തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭയിലും ആവർത്തിക്കാനാകുമെന്ന് കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ. UDF സ്ഥാനാർത്ഥികളിൽ വനിതകളുടെ എണ്ണക്കുറവ് ഇപ്പോൾ വിവാദമാക്കേണ്ടതില്ല എന്നും ബിന്ദു കൃഷ്ണ തീപ്പാറും മണ്ഡലത്തിൽ പറഞ്ഞു. തീപ്പാറും മണ്ഡലം കൊല്ലത്താണ്. ഇത്തവണ കൊല്ലം നിയമസഭാ മണ്ഡലം പിടിക്കാൻ UDF സ്ഥാനാർത്ഥിയായി വീണ്ടും കളത്തിലിറങ്ങിയിട്ടുള്ളത് ബിന്ദു കൃഷ്ണയാണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടന്ന് ഇത്തവണ എത്രത്തോളം വിജയസാധ്യത നോക്കിക്കാണുന്നുണ്ട് എന്ന് ചോദിക്കാം. കഴിഞ്ഞ തവണ 2702 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ ഈസി, 72 അല്ലെ, അത് ഈസിയായി മറികടക്കാവുന്നതേ ഉള്ളൂ. ഇത്തവണ വലിയ പ്രതീക്ഷയാണോ ഉള്ളത്? തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ളത്. 10 വർഷക്കാലമായി ഇവിടെ ഒരു MLA യുടെ സാന്നിധ്യമില്ലായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷക്കാലം പറയേ വേണ്ട. വികസന മുരടിപ്പിന്റെ ഒരു ഇടമായി കൊല്ലം മാറി. സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് MLA എന്ന് പറയുന്നത് തന്നെ തെരഞ്ഞെടുത്ത് നയിക്കുന്ന ജനങ്ങളുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും എല്ലായിടത്തും നാട്ടിലെ ഏതൊരു ആവശ്യത്തിനും മുന്നിൽ നിന്ന് നേതൃത്വം നൽകേണ്ട. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന് ശേഷം ഈ 5 വർഷവും മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വലിയൊരു ജനസ്വീകാര്യതയും പരിചയവും ഒക്കെ തന്നെ ഇത്തവണ മുതൽക്കൂട്ടാകാൻ സാധ്യതയുണ്ടല്ലേ? ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഇവിടുത്തെ വോട്ടർമാർ ഞങ്ങളെ നോക്കി കാണുന്നത്. അതിന്റെ ആത്മവിശ്വാസം ചെറുതല്ല. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ച പോലെ കേരള സംസ്ഥാനത്തുടനീളം ഇടതു ദുർഭരണത്തിനെതിരായ ഒരു പ്രതിഷേധം, ജനരോഷം അലയടിക്കുന്നുണ്ട്. ഇത്രയും ജനവിരുദ്ധമായ ഒരു സർക്കാർ ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം കൊല്ലം മണ്ഡലത്തിലെ സവിശേഷത എന്ന് പറയുന്നത് ഒട്ടും വികസനമില്ല. പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അതുപോലെ കൂട്ടിമുട്ടാത്ത പാലങ്ങളും, വികസനം ഏതും എത്താത്ത ഒരു നഗരമണ്ഡലം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം UDF നേടി, കൊല്ലം കോർപ്പറേഷൻ വരെ പിടിച്ചെടുത്തു. അപ്പം അതൊരു ഓവർ കോൺഫിഡൻസ് ആയി മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമാണ്. കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവരായിരുന്നു അധികം പേരും. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളൊരു ബഹളവും കാണിച്ചില്ല. ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ മാത്രം ജനങ്ങൾക്കിടയിൽ നിന്നു. ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നു. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഇടപെട്ടു. അത് ജനം സ്വീകരിച്ചു. അതുപോലെ തന്നെ നിശബ്ദവും സക്രിയവുമായ പ്രവർത്തനങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ കൊല്ലം എന്ന് പറയുന്നത് ഇടത് കോട്ട എന്നാണല്ലോ പറയാറുള്ളത്. 2021 2 മണ്ഡലം പോയി, കുണ്ടറയും കരുനാഗപ്പള്ളി. ഇത്തവണ 11 എത്ര പിടിക്കും? എന്റെ വിശ്വാസം ഒരു ഏറ്റവും കുറഞ്ഞ 9 പിടിക്കും. ഏത് കോട്ടയും പൊളിയും. ഇപ്പൊ ഇടത് കോട്ട കൊല്ലത്ത് പൊളിയും. തദ്ദേശത്തൊരു നോട്ടപ്പിശക് സംഭവിച്ചു എന്നുള്ളതാണ് CPM വിലയിരുത്തിയിരിക്കുന്നത്. ആ നോട്ടപ്പിശക് നിയമസഭയിൽ തിരുത്തുമെന്നാണ് അവരുടെ അവകാശവാദം. അതൊരിക്കലും നടക്കുന്നില്ല. നോട്ടപ്പിശക് തിരുത്തിയാണെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? ഇത് ജനങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കത്തില്ല. ഒരു അപേക്ഷയുമായി കോർപ്പറേഷൻ ചെന്നാൽ കാണിച്ച പെരുമാറ്റം, അതുപോലെ ഏതോ കാര്യത്തിനും നിയമസഭാ മണ്ഡലത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഒന്നും ചെയ്തിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിൽ കൊണ്ടുപോയി ബോർഡ് വെക്കുക, നിർമ്മാണ ഉദ്ഘാടനം. ലോകത്ത് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ നിർമ്മാണ ഉദ്ഘാടനം? അതുവഴി നടുവടിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. കോടികളുടെ പേരും പറഞ്ഞ് ഫോട്ടോ വെക്കുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു റോഡിൽ തന്നെ 5 വർഷത്തിനിടെ 3-4 ഫോട്ടോ വയ്ക്കും. ഇതാണോ വികസനം? ഇവിടെ ഡോക്ടർ പ്രതാപാണ് NDA കാൻഡിഡേറ്റ്. അപ്പോൾ അവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകാൻ ഇടയുണ്ട്. അത് ആർക്കായിരിക്കും തിരിച്ചടിയാവുക? അങ്ങനെ കാര്യമായ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. BJPക്ക് ഒരു വോട്ടുണ്ടല്ലോ കേരളത്തിൽ, എല്ലായിടത്തും, കൊല്ലത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ആ വോട്ടിനപ്പുറം ഒന്നും പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ BJP CPM ഡീല് എന്നുള്ള ആരോപണം UDF എപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. ആ ഡീല് കൊല്ലത്ത് വല്ലതും ഉണ്ടോ? കൊല്ലത്തും പലയിടത്തായി അത് കാണുന്നുണ്ട്. അത്തരം ഡീലുകളെയൊക്കെ പക്ഷേ ജനം എതിർത്ത് തോൽപ്പിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇത്തവണ മത്സരിച്ച് ജയിക്കാൻ തന്നെയാണ് ഈ 5 വർഷം ഇവിടെ സജീവമായത്. അല്ല, കഴിഞ്ഞ തവണ ഞാൻ പരാജയപ്പെടുമ്പോൾ 2072 വോട്ടിനാണ് 56,500ഓളം പേര് എനിക്ക് വോട്ട് ചെയ്തു. അവര് കാത്തു സൂക്ഷിച്ചൊരു വിശ്വാസമുണ്ടല്ലോ, അതെനിക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നിന്നത്. ഇലക്ഷനൊക്കെ 5 വർഷത്തിൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു അറിയാൻ കഴിയില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളിൽ വനിതകളുടെ എണ്ണം തുലവും കുറവാണ്. അപ്പം അതിൽ എന്തെങ്കിലും കൂടുതൽ വനിതകൾ വേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ഉണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കാര്യം മാത്രം. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു വനിതാ മുഖ്യമന്ത്രി വേണമെന്നുള്ളത്. കേരളത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ മുന്നിലുള്ളത് പൊതു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് പരമാവധി സീറ്റുകൾ ജയിക്കുക, കൊല്ലത്ത് ജയിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വനിതകൾക്ക് പ്രാധാന്യം കൂടുതൽ കിട്ടേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും കൊല്ലത്തിനൊരു മന്ത്രി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവോ? അത്തരം കാര്യങ്ങളൊന്നും ഇപ്പൊ പ്രസക്തമല്ല. ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കുന്നു, ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അതനുസരിച്ചൊരു വിജയം ജനങ്ങൾ തരുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. അതിനപ്പുറം ഒന്നും 9-ാം തീയതി വൈകിട്ട് 6 മണി വരെ ഇല്ല. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? എത്ര കുറഞ്ഞാലും 10-ന് മുകളിലാവും. 10,000-ന് മുകളിലാവും. ബിന്ദു കൃഷ്ണ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഇനി മറ്റ് സ്ഥാനാർത്ഥിയോട് കാണാം.